റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദിവ്യ എസ് അയ്യരുടെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ നഷ്ടമായെങ്കിലും കമ്പനിയുടെ ജാഗ്രതയിൽ പണം തിരികെ പിടിച്ചു. ഓൺലൈൻ തട്ടിപ്പ് സംഘമാണ് ദിവ്യ എസ് അയ്യറാണെന്ന വ്യാജേന ചാറ്റ് ചെയ്തത്. തിരുവനന്തപുരം SBI ആൾത്തറ ബാങ്ക് മാനേജർ പരിശോധന പോലും നടത്താതെ തുറമുഖ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. FIRന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. MG പ്രതീക്ഷ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രതീക്ഷ, ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി ഒരു വ്യാജ പ്രൊഫൈൽ പിക്ചറിട്ട് കുറച്ച് വ്യാജ മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപ ഇടം വലം നോക്കാതെ എടുത്തു കൊടുത്ത ഇദ്ദേഹം എന്തൊരു ബാങ്ക് മാനേജറാണെന്ന് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരും നമ്മളുമെല്ലാം ചിന്തിച്ചു പോയാൽ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത്? എങ്ങനെയാണ് ഈ പണം തിരിച്ചു പിടിച്ചത്? പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ എന്താണ്? ഈ ബാങ്ക് മാനേജർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവും? ഷിഹാസ, വിഴിഞ്ഞം പദ്ധതി നടത്തിപ്പിനായുള്ള സർക്കാർ കമ്പനിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിലാണ് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ തട്ടിപ്പിന് ശ്രമം നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം വിസിൽ മാനേജിംഗ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം തട്ടിപ്പിന് ശ്രമം നടത്തിയത്. ഈ തട്ടിപ്പ് രീതിയെക്കുറിച്ച് വന്നാൽ ദിവ്യ എസ് അയ്യരുടെ പേര് പറഞ്ഞ ഈ ആൽത്തറമൂട് SBI ശാഖ ബാങ്ക് മാനേജർക്ക് ഈ തട്ടിപ്പ് സംഘം ചാറ്റ് ചെയ്യുകയായിരുന്നു. അതായത് വിസിലിന്റെ അക്കൗണ്ടിലുള്ള പണം 40 ലക്ഷം രൂപ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കണം എന്നുള്ള ചാറ്റായിരുന്നു ഈ തട്ടിപ്പ് സംഘം നടത്തിയത്. അതായത് ഈ വിസിലിന്റെ അക്കൗണ്ട് നിലവിൽ ആൽത്തറയിലെ SBI ശാഖയിലാണുള്ളത്. ആ അക്കൗണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് അയക്കാൻ മെസ്സേജ് അയക്കുന്നു. അത് ദിവ്യ എസ് അയ്യരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ചാറ്റ് ചെയ്തത്. പക്ഷേ ഒരു പരിശോധനയും നടത്താതെ ആൽത്തറമൂട് SBI ശാഖ മാനേജർ, ബാങ്ക് മാനേജർ ആ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ പണം നഷ്ടമായി എന്ന വിസിലിലെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടുകൂടി ബാങ്കിൽ ബന്ധപ്പെടുമ്പോഴാണ് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഈ ഇടപെടലിൽ ഈ വലിയൊരു തട്ടിപ്പ് പൊളിയുന്നത്. മാത്രമല്ല, ഈ രാജസ്ഥാനിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്തത്. വിസിൽ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിൽ ഈ രാജസ്ഥാനിലെ ആ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടുകയും ഈ തട്ടിപ്പുകാർക്ക് ആ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയാതെ അത് തടയുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ വലിയ ഗുരുതരമായ വീഴ്ച ഈ ബാങ്ക് മാനേജറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം വിസിൽ മാനേജിംഗ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ ചാറ്റ് ചെയ്യുന്നു, 40 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. പക്ഷേ യാതൊരു പരിശോധനയും നടത്താതെ ഈ ദിവ്യ എസ് അയ്യരോട് പോലും ഒരു ഫോൺ കോളിൽ വിളിച്ച് ചോദിക്കാതെ ബാങ്ക് മാനേജർ 40 ലക്ഷം രൂപ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. പക്ഷേ ആ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമായത് ഈ വിസിലിലെ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞതോടു കൂടിയാണ് ബാങ്കുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വലിയ വീഴ്ച ബാങ്ക് മാനേജറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾക്ക് തടയിടേണ്ടവരാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ. ഒപ്പം അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന, ജനങ്ങളെ പറഞ്ഞ ബോധവൽക്കരണം നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് ബാങ്കിലെ ജീവനക്കാർ. അവർ തന്നെ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ചാറ്റ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ ഇത്രയും വലിയൊരു തുക ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയക്കുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിന് പുറകിലുണ്ട്. ഇതിന് പിന്നാലെ വിസിൽ സൈബർ പോലീസിന് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ തിരുവനന്തപുരം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പണം നിലവിൽ രാജസ്ഥാനിലെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ബാങ്ക് മാനേജർമാരുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ഉയർന്ന പദവി വഹിച്ചവരുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്ന് നമ്മളെല്ലാവരും പാഠം പഠിക്കുക എന്നുള്ളതാണ്. എന്നെ പറ്റിക്കാൻ, നമ്മളെ പറ്റിക്കാൻ ഒരു തട്ടിപ്പ് സംഘത്തിനും കഴിയില്ല എന്ന ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കുകയാണ് വേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ കേട്ട ഞെട്ടിക്കുന്നൊരു വാർത്ത, നിതിൻ മോഹൻദാസ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് പണമുണ്ടാക്കുന്ന ആ ഒരു ക്രിമിനലിനെ പോലീസ് പിടികൂടിയപ്പോൾ ഫോണിൽ നിന്ന് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്.